സഭകളുടെ കോർപ്പറേറ്റ് ആശുപത്രികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം. പണ്ടൊക്കെ കോട്ടയം ജില്ലയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യ ഹോർഡിങ്ങുകൾ കാണുവാൻ സാധിക്കുമായിരുന്നത് പ്രമുഖ ജുവലറികളുടെയും ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളുടെയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് സഭകളുടെ ആശുപത്രികളുടേതാണ്. സഭകളുടെ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് മാത്രമാണ് ഇന്ന് ഇതുപോലെ പണം പരസ്യത്തിനായി പമ്പ് ചെയ്യുവാൻ സാധിക്കുന്നത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരം പരസ്യങ്ങൾ ഇവർ ചെയ്യുന്നത്. ആക്സിഡന്റുകൾ ഉണ്ടായാൽ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ വേറെ ഒരുത്തനും കൊടുക്കരുത്, ഇങ്ങു തന്നെ കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത്. കോർപ്പറേറ്റ് ആശുപത്രികളിൽ സഭകൾ ഇന്ന് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കുവാൻ കാരണം പലതാണ്. ഇത്രയും സുരക്ഷിതമായ, പ്രതിദിനം വരുമാനം കിട്ടുന്ന, കടം പറയാത്ത മറ്റൊരു കച്ചവടവുമില്ല. എത്ര കള്ളപ്പണം വേണമെങ്കിലും ആശുപത്രികളുടെ മറവിൽ വെളുപ്പിക്കുവാൻ സാധിക്കും. ഡോക്ടർമാരുടെ ശമ്പളത്തിൽ 75% കള്ളപ്പണമായി കൊടുത്തിരുന്നവർ വരെ ഇപ്പോൾ വൈറ്റേ കൊടുക്കൂ. ആശുപത്രി സാധാരണക്കാരന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കോടികൾ വിശ്വാസികളിൽ നിന്നും പിരിക്കും. അതുപോലെ ചാരിറ്റി കച്ചവടവും ഏറ്റവും നന്നായി നടത്തുവാൻ പറ്റുന്നതും CSR ഫണ്ടുകൾ വെട്ടാനുള്ള ഏറ്റവും നല്ല ഉപാധിയും ആശുപത്രി കച്ചവടമാണ്. കൊലയോടെ പറിച്ചെടുത്താലും പറയും ആതുര സേവനമാണെന്ന്. ആത്മീയതയും ആശുപത്രി കച്ചവടവും കാമുകന്മാരെ പോലെ പറ്റിച്ചേർന്ന് കയ്യും പിടിച്ചു പോകുന്ന പ്രസ്ഥാനങ്ങളാണ്. അതുപോലെ തിരുമേനികൾ ഉരസി വചനം മാംസമാകുമ്പോൾ ഇരു ചെവിയറിയാതെ അത് കളയുവാനും സ്വന്തമായി ഒരു കോഡ് ബ്ലൂ സംവിധാനമുള്ള ഒരു ആശുപത്രി എന്തുകൊണ്ടും നല്ലതാണ്. ഭദ്രമായ ആസനങ്ങളിൽ ഇരുന്നു ഭരിക്കുന്ന തിരുമേനിമാരുടെ കുളമായ ഭദ്രാസനങ്ങൾ അന്യമതസ്ഥർ കണ്ട് ഞെട്ടാതിരിക്കുവാനും ഇത്തരം ആശുപത്രികൾ നല്ലതാണ്. കൂലിയില്ലാ കുപ്പായ തൊഴിലാളികളെ പട്ടിപ്പണിയെടുപ്പിക്കുവാനും പറ്റിയിടങ്ങളാണ് ആശുപത്രികൾ. അതുപോലെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ദൈവഭയം ഉണ്ടാകുന്നതും മരണഭയം ഉണ്ടാകുന്നതും ദൈവവിചാരം ഉണ്ടാകുന്നതും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു തുടങ്ങുന്നതും കുരുവന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ്. അതുപോലെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത പലരും ദാനശീലരാകുന്നതും ആശുപത്രികളിൽ മേലോട്ടും നോക്കി കിടക്കുമ്പോഴാണ്. തലവണക്കടിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പൈസ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ എടുത്തു കൊടുക്കും. ഒരു ആശുപത്രിയിൽ നിങ്ങൾ ആദ്യ പിടിച്ച് രോഗിയായി ചെല്ലുമ്പോൾ നിങ്ങൾ അവർക്കൊരു ഹോട്ട് കേസാണ്. നിങ്ങളുടെ ശരീരത്തിലൂടെ ആർത്തിയോടെ കണ്ണുകൾ പായിക്കുമ്പോൾ, സ്പന്ദമാപ്പിന് നിങ്ങളുടെ നെഞ്ചത്ത് വെക്കുമ്പോൾ, ഒരു ആൻജിയോപ്ലാസ്റ്റിക്കോ ഒരു വിപ്പിൾ സർജറിക്കോ ഒരു MRI സ്കാനോ മിനിമം ഒരു CT ക്കോ വകുപ്പുണ്ടാകണേ എന്ന പ്രാർത്ഥനയായിരിക്കും ഇവരുടെ മനസ്സിൽ. അറബുശാലയിൽ അറക്കുവാൻ നിൽക്കുന്നവന് മരണങ്ങൾ കാണുമ്പോൾ ഭയമുണ്ടാകുമോ? ഇല്ല. ആശുപത്രിയിലും അതുപോലെ തന്നെ തൻ്റെ മുന്നിൽ കിടക്കുന്നയാളുടെ പിന്നിൽ ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു വലിയ സമൂഹം ഉണ്ടെന്നുള്ള സത്യം ഒരു ആശുപത്രി തൊഴിലാളിക്കും ഉണ്ടാകാറില്ല. എത്ര വലിയ ഹൃദ്രോഗ വിദഗ്ധനാണെങ്കിലും എവിടെയെങ്കിലും ഒരു ദിവസം പിടച്ചു വീണ് താനും ഒരു ദിവസം ഫ്യൂസ് ആകുമെന്ന് അവരും ചിന്തിക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇന്ന് നമ്മുടെ നാട്ടിൽ ആശുപത്രിക്കാരുടെ അനാസ്ഥ കൊണ്ട് ഒരാൾ മരിച്ചാൽ അത് തെളിയിക്കുവാൻ, കണ്ടുപിടിക്കുവാൻ, ശിക്ഷിക്കുവാൻ കുറ്റപ്പെട്ട സംവിധാനം ഇന്നും നമുക്കില്ല എന്ന സത്യം മനസ്സിലാക്കിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ചികിത്സാ നിരക്കുകളിൽ യാതൊരു ഏകീകരണവുമില്ല. എല്ലാം തോന്നും പടി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ പാർലമെന്റിൽ പാസ്സാക്കിയിട്ട് വർഷങ്ങളായി. നമ്മുടെ ആശുപത്രി മുതലാളിമാരോട് കനിവുള്ള തൊഴിലാളി വർഗ സർക്കാർ അത് മൂടി അതിനു മുകളിൽ കുത്തിയിരിക്കുകയാണ്. ഇനി സഭയുടെ കീഴിലുള്ള 2 കോർപ്പറേറ്റ് ആശുപത്രികളിൽ പാലാമാർ സ്ലീബ മെഡിസിറ്റിയിലും കോട്ടയം കാരിത്താസിലും തൻ്റെ അഭിഭാഷകനായിരുന്ന സഹോദരനെ ചികിത്സിക്കുവാൻ കൊണ്ടുപോയ ലാലി മാത്യുവിൻ്റെ അനുഭവം കേൾക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് സ്വയം വിലയിരുത്തുക. ആർക്ക് എവിടെയാണ് പാളിച്ചു വന്നത് എന്ന്. ഏതെങ്കിലും ഒരു കൂട്ടരെ കുറ്റപ്പെടുത്തുവാനുള്ള ലക്ഷ്യത്തിലല്ല ഞങ്ങളിത് നൽകുന്നത്, മറിച്ച് സ്വയം വിചിന്തനം ചെയ്യുക. നമുക്കിതുപോലൊരു അവസ്ഥ വരാതിരിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് മനസ്സിലാക്കുക. ലാലി മാത്യുവിന്റെ വാക്കുകളിലേക്ക്. ഹലോ, ഇത് i28 ന്യൂസ് ആണോ? അതെ. പാലാ മെഡിസിറ്റിയെ കുറിച്ചൊരു വാർത്ത നിങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്റെ പേര് ലാലി മാത്യു. എന്റെ സ്വന്തം വീട് പാലായിൽ തന്നെയാണ്. പക്ഷെ ഞാനിപ്പോ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. എന്റെ ബ്രദർ അഡ്വക്കേറ്റ് ആയിരുന്നു പാലായിലെ തന്നെ. ഇതുപോലെ ഇവനൊരു കാലൊക്കെ നീര് വന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞൊരു ക്ഷീണം ഉണ്ടടി, ഇങ്ങനെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രി കാണിച്ച ഡോക്ടർ പറഞ്ഞു ഇത് ഒരു ഇൻഫെക്ഷൻ ബില്ല് റൂമിനുള്ള ഇച്ചിരി കൂടുതലുണ്ട്, അതുകൊണ്ടാണ് നീര് വന്ന് ഇച്ചിരി ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രിയിൽ പോയി ആ ഡോക്ടർ നമുക്ക് ഈ ബിൽ റൂമിന് കുറയാനുള്ള മരുന്ന്, മഞ്ഞപ്പിത്തത്തിന്റെ തുടക്കമാണ്, അവന് പരിചയമുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ചെറിയ മരുന്ന് കഴിച്ചാൽ മതി, പിന്നെ ഒന്നുകൂടെ ഇച്ചിരി ഒരു ടെസ്റ്റ് നടത്തുക. അതിനിപ്പോ അടുത്ത ഏതെങ്കിലും ആശുപത്രിയിൽ പോയി. അപ്പൊ അതിനു മുമ്പേ ഒരു വീഴ്ച പറ്റിയ അവിടെ ഒരു ഓപ്പറേഷൻ നടത്തുകയായിരുന്നു മെഡിസിറ്റിയിൽ. ഏത് മെഡിസിറ്റി?
പാലായില്. അപ്പൊ അന്ന് അത് വലിയ കുഴപ്പമില്ലാതെ വന്നത് കൊണ്ട് അവൻ പറയാം എന്നാ മെഡിസിറ്റിയിൽ ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞു. ഈ ഓൾ ബോഡി ചെക്കപ്പ് ചുമ്മാ പാലായി പോയി ചെയ്തതാണ് കിസ്കോയിൽ. അപ്പൊ അവിടെ നിന്നാണ് ഇത് സംശയം വന്നത്. കിസ്കോയില് വെറുതെ പോയി ചുമ്മാ നിന്നപ്പം പോയി ടെസ്റ്റ് നടത്തിയതാ. ടെസ്റ്റ് നടത്തിയപ്പോ ഇച്ചിരി ഈ ബിൽ റൂമിൽ കൂടി നിൽക്കുന്ന ഒരു ക്ഷീണം കണ്ടോണ്ടാണ് അവൻ പോയത്. പോയി അത് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മെഡിസിറ്റി ഇവൻ പിന്നെ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സാധാ രീതിയിൽ പറഞ്ഞുകൊണ്ട് മെഡിസിറ്റി പോയി കാണിക്കാൻ പോയി. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളായേ ഉള്ളു. അപ്പൊ എന്നെ കൂടെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ആശുപത്രി പോവുകയാണ്, നീ വരുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 12-നാണ് ഞങ്ങൾ ഇങ്ങനെ ആശുപത്രിയിൽ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ചെന്നു. അവന്റെ വൈഫും ഞാനും ഞങ്ങൾ ആശുപത്രിയിൽ ചെല്ലുന്നു. അപ്പൊ അവിടെ ആ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പറഞ്ഞു നമുക്ക് നാളെ വന്ന് ഒരു CT സ്കാൻ എടുക്കണം എന്ന് പറയും. പിറ്റേ ദിവസം ഞങ്ങൾ വന്ന് CT സ്കാൻ എടുക്കുന്നു. അപ്പൊ ഇവൻ സുവോളജി ഒക്കെ പഠിച്ചിട്ടുള്ളത് അവൻ ചോദിക്കുന്നു ഇതില് ഇങ്ങനെ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, മരുന്നൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ടെസ്റ്റുകൾ നടത്തിയിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ചൊവ്വാഴ്ച ഞങ്ങൾ ചെന്ന് ബുധനാഴ്ച ടെസ്റ്റ്, വ്യാഴാഴ്ച ടെസ്റ്റ്, ഓരോന്നോരോ CT കഴിഞ്ഞ് പിന്നെ ഓരോന്ന് പറഞ്ഞു വെച്ച് അവനെ മാറ്റി നിർത്തിയിട്ട് അവന്റെ വൈഫിനെയും സഹോദരിയായ എന്നെയും അവന്റെ 2 പിള്ളേരെയും കൂടെ കയറ്റിയിട്ട് പറഞ്ഞു ഇത് ക്യാൻസർ അതിന് തുടക്കമാണ്, ഉടൻ തന്നെ ഇമ്മ്യൂണോതെറാപ്പി നടത്തണം. നമുക്ക് ഒരു ഇമ്മ്യൂണോതെറാപ്പിക്ക് 2 ലക്ഷം, അങ്ങനെ 11 നടത്തിയാൽ അത് പുതിയ. അപ്പൊ ഞാൻ എടുത്തു ചോദിച്ചു ബാക്കി ഒരു ടെസ്റ്റുകളും നടത്താതെ ക്യാൻസർ ആണ് ഡോക്ടറെ എങ്ങനെ? ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയി വന്ന് മരിച്ച ആളാണ്, ഞങ്ങൾ RCCയിലായിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റ് നടത്തിയപ്പോ അതിന് മുമ്പിൽ പല ടെസ്റ്റുകളും നടത്തിയായിരുന്നു, ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ചെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം RCC നമുക്ക് പരിചയമുള്ളവരുണ്ട്, നമ്മൾ അവിടെ പൊക്കോളാം. അപ്പൊ ഇത് ഞങ്ങളിങ്ങനെ തിരിച്ചിട്ട് അന്നേരം ഒരു ഇമ്മ്യൂണോതെറാപ്പിക്ക് എന്നാ സ്കാൻ എടുക്കാൻ പറഞ്ഞു. സ്കാൻ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ എടുത്ത് ചോദിച്ചു. അപ്പൊ അവന്റെ വൈഫും പെട്ടെന്ന് അങ്ങ് സ്തംഭിച്ചു പോയി ഇത് കേട്ടപ്പോ. അവൻ മാറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഇതിൽ വിൽ പവർ ചെയ്യാമെന്ന് ചോദിച്ചു. PET സ്കാൻ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, കോട്ടയത്ത് എവിടെയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ പറഞ്ഞു ഭാരതിലും കാരിത്താസിലും മെഡിക്കൽ കോളേജിലേ ഉള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ടൈപ്പ് ഭാരതമായിട്ട് ഇപ്പൊ ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഈ PET സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന്റെ സഹായം എന്തിനാ? നമുക്ക് തന്നെ പോയി ചെയ്യത്തില്ല, റിപ്പോർട്ട് കാണിച്ചാ പോരെ? അപ്പൊ ഞാൻ എടുത്ത് ചോദിച്ചു ഞങ്ങൾ പോയി, അപ്പൊ നിങ്ങൾ ഇത് ചെയ്യണ്ട, ഞങ്ങൾ തന്നെ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞു. അവർ ഉടൻ തന്നെ ബുക്ക് ചെയ്യാനായി. അപ്പൊ ഞാൻ ഇവളങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവൻ അപ്പുറത്ത് മാറി. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു എന്തുവാ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല ക്യാൻസർ വല്ലതും ആണെന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. അവനോട് പറയാൻ നമുക്കുള്ള ഒരു മാനസിക വിഷമം. അപ്പൊ അവൻ ചോദിച്ചു 10-60,000 രൂപയുടെ ഈ ടെസ്റ്റുകൾ ഒരാഴ്ച കൊണ്ട് നടത്തിയിട്ട് എനിക്കൊരു മുട്ടായി പോലും ഉമ്മാര് തരുന്നില്ലേ എന്ന് പറഞ്ഞ് അവന് ചീത്ത എറിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഓരോ ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അവിടെ ഓരോ ടെസ്റ്റുകൾ പറഞ്ഞ് നമ്മളെ ഓരോ ദിവസം നടത്തുന്നതല്ല, അവിടെ ഒരു മരുന്നും തന്നില്ല. അപ്പൊ ഇവനെ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അവന് ആ മാനസിക വിഷമവും ബുദ്ധിമുട്ടും. അപ്പൊ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇനി ഒരു കോപ്പുറത്തും ഞാനൊരു സ്കാനിങ്ങിനും പോകുന്നില്ല, എന്നോടും നാത്തുവിനോടും പറഞ്ഞു. അപ്പൊ അവൾക്ക് തിരക്കുള്ളത് കൊണ്ട് അവള് ജോലിക്ക് പോയപ്പോ ഞാൻ തിരുവനന്തപുരത്ത് അവിടെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവന് മഞ്ഞപ്പിത്തം കൂടുന്ന ലക്ഷണം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എല്ലാവർക്കും. ഇവിടുത്തെ പറഞ്ഞായിട്ടുള്ള ഡോക്ടർ കൊടുത്ത ആ ഗുളിക കഴിക്കട്ടെ എന്ന് ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോ ഇവരോട് ചോദിച്ചവൻ പറഞ്ഞു അത് കഴിക്കരുത് എന്നാണ് ഞങ്ങളോട് പറയുന്നത്. തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ ടെസ്റ്റ് സ്കാൻ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ് എന്നാ ഭാരതിൽ ഇവര് പറഞ്ഞെടുത്ത് പോകണമെന്ന് അവന്റെ മോള് കാരിത്താസിൽ പോയി ബുക്ക് ചെയ്യാൻ പോയി. അവരോട് പറയാതെ ഞങ്ങൾ പിന്നെ മെഡിസിറ്റിക്കാർ ഇതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. നമ്മൾ പോയ അപ്പൊ തിങ്കളാഴ്ച ബുക്ക് ചെയ്യാൻ പോയപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് കുറെയൊക്കെ കാര്യങ്ങളോട് ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് തിങ്കളാഴ്ച പിന്നെ തൊട്ട് ഞങ്ങള് കാരിത്താസിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആളെ കാരിത്താസിൽ വെച്ച കഴിഞ്ഞ മാർച്ച് 24 മാർച്ച് 12 മുതൽ ആ ഒരാഴ്ച കാലം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ആ ദിവസം വരെ ഞങ്ങള് മെഡിസിറ്റി നടന്നിട്ട് ഒരു മരുന്നും കിട്ടിയില്ല. കാരിത്താസിൽ ചെന്ന് കഴിഞ്ഞാൽ ചോദിച്ചപ്പോ ഇത്രയും ആളെ CT എടുക്കേണ്ട കാര്യമുണ്ട്. CT എടുത്ത് ഈ ഇൻഫെക്ഷൻ നിൽക്കുന്ന ഒരാളെ ഇൻഫെക്ഷൻ കുറയാ CT എടുത്തത് ഇപ്പൊ ഇതാണ്. ഇപ്പൊ PET സ്കാൻ അല്ല, ആളിന് ഇൻഫെക്ഷൻ കുറയട്ടെ എന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ കുറയാ 18-ാം തീയതി മുതൽ 23-ാം തീയതി ആയപ്പോഴത്തേക്ക് ആള് അബോധാവസ്ഥയിലായി. ഇവൻ 19-ാം തീയതി ഞങ്ങളോട് പറയുന്നു ഞാൻ തിരിച്ചു വന്ന മെഡിസിറ്റിക്കെതിരെ ഞാൻ കേസ് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. എന്തായാലും ആള് 25-ാം തീയതി ആയപ്പോ കാരിത്താസ് വെച്ച് മരിക്കുന്നു. ആരുടെ കുഴപ്പമാണെന്ന് നമുക്ക് മെഡിസിറ്റിയുടെ കുഴപ്പമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആള് നഷ്ടപ്പെട്ടത്. റീസൺ എന്താ? മരണകാരണം എന്തായിരുന്നു? മരണകാരണം ബാക്കി ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ ഇത് അതിന്റെ മറ്റേ റിസൾട്ട് വന്നിട്ട് ക്യാൻസർ അല്ല എന്നാണ് കാരിത്താസ് സാർ പറഞ്ഞത്. എന്തായാലും അവസാനമായി ഇവിടെ കിഡ്നി ഫെയിലിയർ ആയി, ആളെ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മെഡിസിറ്റിയുടെ കുഴപ്പമെന്നാണ്. ഞങ്ങൾ ആ ഒരാഴ്ച സമയം അവിടെ ചെന്നിട്ട് ഒരു മരുന്ന് അവര് കാരിത്താസുകാർ പറഞ്ഞു ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ആരും CT എടുക്കൂല,
ആ ഇൻഫെക്ഷൻ. അപ്പൊ ഈ മെഡിസിറ്റിയിൽ എത്ര ദിവസം കിടന്നു പേഷ്യന്റ് ആയിട്ട് കിടന്നില്ല. ചൊവ്വാഴ്ച മുതൽ പോകുന്നു, ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരുന്നു. വീട് ഏകദേശം അടുത്തായതുകൊണ്ട് പോകുന്നു വരുന്നു, ഡോക്ടറെ പോകുന്നു കാണും, അവർ അഡ്മിറ്റ് ആക്കുന്നില്ല. ഓരോ ദിവസം ഓരോ ടെസ്റ്റുകൾക്ക് പോകുന്നതല്ല, മരുന്നൊന്നും കൊടുക്കുന്നില്ല. ഈ അല്ല, ഇത് ടെസ്റ്റ് അവിടുന്ന് ഒരു ഓൾ ബോഡി ചെക്കപ്പ് നിങ്ങൾ പോയി നടത്തി എവിടെ മുസ്ലിം മെഡിസിറ്റിയില്? ഓൾ ബോഡി ചെക്കപ്പിന്റെ റിസൾട്ട് ആരെയാ കാണിച്ചത്? ഹോൾ ബോഡി ചെക്കപ്പ് ഞങ്ങളുടെ അവിടുത്തെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറെ കാണിച്ചത്. അതിന്റെ റിസൾട്ട് റിസൾട്ട് കിസ്കോയിലെ ഡോക്ടർ, കിസ്കോയിൽ പോയി അവൻ സ്വന്തമായിട്ടാണ്. അപ്പൊ ആര് പറഞ്ഞിട്ടാന്ന് ഞങ്ങളോട് ചോദിക്കുന്നു, മെഡിസിറ്റിയിലെ ഡോക്ടർ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്ത്. അപ്പൊ അവൻ തന്നെ പറയുന്നത് എനിക്കൊരു ക്ഷീണം തോന്നിയിട്ട് ഞാൻ സ്വന്തമായിട്ട് പോയി ചെയ്തതാന്ന് പറഞ്ഞു. എനിക്കൊരു ക്ഷീണം തോന്നിയത് കൊണ്ട് മെഡിസിറ്റിയിൽ നിന്ന് മരുന്ന് വല്ലതും കിട്ടുമെന്നാണ് ഇവന്റെ ധാരണ. മെഡിസിറ്റിയിൽ നിന്ന് ഇവർ നമ്മളോട് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ അല്ല, മരുന്ന് കൊടുക്കാതെ. ഞാൻ കഴിഞ്ഞിട്ട് അവിടെ ക്യാൻസറിന്റെ അവിടെ പലരും വന്ന് പറഞ്ഞപ്പോ ഇവ മരിക്കുന്ന അതിന്റെ 16-ാം തീയതി 18-ാം തീയതി ഞങ്ങൾ വീണ്ടും 18-ാം തീയതി 22-ാം തീയതി അവിടെ ഇതിന്റെ ഉദ്ഘാടനമായിരുന്നു, ഈ ക്യാൻസർ സെന്ററിന്റെ എവിടെ, ഈ മെഡിസിറ്റിയിൽ. അപ്പൊ അന്നേരം അവിടെ ആളുകൾ പറയുന്നത് രോഗികളെ തയ്ക്കാൻ വേണ്ടി ചെല്ലുന്നവരൊക്കെ ആ ഇടയ്ക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞ്. നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല യഥാർത്ഥത്തിൽ. അവസാനം ഈ ചെക്കപ്പ് കഴിഞ്ഞ് ഞങ്ങൾക്ക് മരുന്നൊന്നും കിട്ടാതായതിനു ശേഷം കാരിത്താസിൽ പോയി. കാരിത്താസിൽ ചെന്നപ്പോഴത്തേക്കും ആള് ശരിക്കും വീക്കായി. ഒരാഴ്ച കൊണ്ട് ആള് മരിക്കുകയും ചെയ്തു. കാരിത്താസിൽ എത്ര ദിവസം കിടന്നു? കാരിത്താസിൽ 8 ദിവസം. കാരിത്താസിൽ 23-ാം തീയതി തൊട്ട് വെന്റിലേറ്ററിലായി. കാരണം കൊച്ചു വരാൻ വേണ്ടിയാണ് പിന്നെ ഇട്ടിരുന്നത്. അതായത് 5 ദിവസം. കൊച്ചു വരാൻ വേണ്ടി അവിടെ വെന്റിലേറ്ററിൽ 8 ദിവസം കിട്ടോ? ഇല്ല, 2 ദിവസം. 23-ാം തീയതി ആള് ശരിക്കും പറഞ്ഞാൽ പോയി. 25-ാം തീയതി വരെ നമ്മൾ വെന്റിലേറ്ററിൽ വെച്ചു. പോസ്റ്റ്മോർട്ടം വല്ലതും ചെയ്തോ ബോഡി? ഇല്ല. പല മെഡിസിറ്റിയിൽ പോയിട്ട് ഇവർ പറഞ്ഞ ഇമ്മ്യൂണോതെറാപ്പി വേണമെന്ന് പറയുന്നു, മറ്റു ചികിത്സ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നേരെ അവിടെ നിന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ കാരിത്താസിലേക്ക് പോകുന്നത്? ഇമ്മ്യൂണോതെറാപ്പി വേണമെന്ന് പറഞ്ഞ ഒരു വെള്ളിയാഴ്ച പറയുന്നു. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 12-ാം തീയതി തുടങ്ങിയ വെള്ളിയാഴ്ച ഇമ്മ്യൂണോതെറാപ്പി വേണമെന്ന്. ശനിയും ഞായറും പോയില്ല. തിങ്കളാഴ്ച ഞങ്ങൾ കാരിത്താസിൽ പോകുന്നു. അതായത് 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി വേണമെന്ന് പറഞ്ഞതിന് 2 ഡേയ്സ് കഴിയുമ്പോൾ ഞങ്ങള്. പക്ഷെ മറ്റൊരു കാര്യവും ഇവര് ഡയഗ്നോസിസ് ചെയ്തില്ല. മെഡിസിറ്റി ചെന്നിട്ട് ഇദ്ദേഹത്തിന് ഇത്രയും ക്ഷീണമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കുറെ ടെസ്റ്റുകൾ നടത്തിയെന്നല്ല. അതൊക്കെ CT എടുത്ത് പിന്നെ ECG അങ്ങനെയുള്ള കുറെ ഈ ടെസ്റ്റുകളിലൊന്നും ഇതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടെന്നോ മറ്റെന്തെങ്കിലും ഒരു റീസൺ ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. ഇവര് നമ്മളോട് നേരിട്ട് ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? വേറെ ഒന്നും പറഞ്ഞില്ല, ക്യാൻസർ ആണ്. നമുക്കത് എങ്ങനെ, അപ്പൊ ഞാൻ ചോദിച്ചാൽ അതിന്റെ എന്താ, ഏത് ഭാഗത്താണെന്നോ എന്താണെന്നോ അവർ പറയുന്നില്ല. ക്യാൻസർ ആണ്, നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് ചാടി പറഞ്ഞു. അപ്പോഴേ ഞാൻ എടുത്ത് ചോദിച്ചു, ചാടി കയറി ഇമ്മ്യൂണോതെറാപ്പി എങ്ങനെയാ പറയുന്നത്? അത് പുതിയ രീതിയാന്ന് പറഞ്ഞു, പഴയ രീതിയല്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മയുണ്ട്, അവന്റെ ഭാര്യ, ഞാന്. അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ മാനസിക നില, പിന്നെ ബന്ധുക്കൾ ആണുങ്ങളെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതേ ഉള്ളൂ, പെണ്ണുങ്ങളാണ്. ഞാനാണ് ഇച്ചിരൂടെയെങ്കിലും എടുത്തു നിന്ന് ഇങ്ങനെയെങ്കിലും തിരിച്ചു ചോദിച്ചത്. അതായത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ശാരീരിക ക്ഷീണവും ഒക്കെ വന്നു, അതെന്താണെന്ന് അറിയാൻ വേണ്ടി പോയി ഇതുപോലെ ഡോക്ടറെ കാണുന്നു. എന്നിട്ട് വിശദമായ ഒരു നല്ലൊരു ആശുപത്രി പോയാൽ വിശദമായ ഒരു പരിശോധന നടത്തി ഡീറ്റെയിൽസ് എല്ലാം അറിയാമല്ലോ, ചികിത്സ നടത്താമല്ലോ എന്ന് കരുതി നമ്മൾ അവിടെ പോകുന്നു. കൊണ്ടുപോയ സാധനം വെച്ചാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പൊ എന്റെ മോൻ പറഞ്ഞു, നമുക്ക് അമ്മ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പിൽ ആള് പോയി. അപ്പൊ നമുക്ക് പരിചയമുള്ള ഡോക്ടറെ കൊണ്ടുവന്ന് ആ റിസൾട്ട് വെച്ച് കാണിച്ചു. പറഞ്ഞു, ഇത് വെച്ച് നമുക്കിത് പറയാൻ പറ്റില്ല, ക്യാൻസർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അവന് പിള്ളേർ അയച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സമയം ഉണ്ടായില്ല. അതിന് മുമ്പിലെ ആൾ പോയി. മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്ന ടൈമിൽ ഇവര് ഇപ്പൊ കാരിത്താസുകാർ പറഞ്ഞതും ഇവർ ആരുടെ കുഴപ്പമാണെന്ന് അവിടെ നിന്നുള്ള ടെസ്റ്റുകൾ നടത്തിയ സമയത്ത് മഞ്ഞപ്പിത്തം കൂടുകയും വീണ്ടും വഷളായതിനു ശേഷം അവൻ പിന്നെ മെഡിസിറ്റിയിലോട്ട് പോകില്ല എന്ന് നമ്മളോട് തീർത്തു പറഞ്ഞു. കാരണം ഇനി അവരുടെ അമ്മമാരുടെ അടുത്തോട്ട് ഞാൻ പോണില്ല. ഒരാഴ്ച കൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ടെസ്റ്റുകൾക്കെല്ലാം കൂടെ എത്ര പണം മേടിച്ചു? ഏകദേശം ഒരു 10-60,000 രൂപയ്ക്കകത്തായി. അവൻ പറഞ്ഞു, ഞാൻ ഈ 10-60,000 രൂപ കൊണ്ട് കൊടുത്തിട്ട് അവന്മാർ എനിക്കൊരു മുട്ടായി തന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഞാൻ ഏറ്റു വരുവാണ്, അവന്മാർക്കെതിരെ കേസ് നടത്തും എന്ന് പറഞ്ഞു. അച്ഛന്മാർക്കെതിരെ പിന്നെ പറഞ്ഞാൽ നമ്മൾ അച്ഛന്മാർ തന്നെ നമുക്ക് എതിർത്ത് ഇനി പറയുന്നില്ല എന്നും ഇവൻ പറഞ്ഞു. അങ്ങനെ ഇമ്മ്യൂണോതെറാപ്പി വേണം എന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഒരു 2 ഡേയ്സ് കഴിഞ്ഞ് ഇവിടേക്ക് പോകുന്നു, കാരിത്താസിൽ പോകുന്നു. നമ്മൾ പിന്നെ കാരിത്താസുകാർ ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തില്ലല്ലോ. അല്ല, കാരിത്താസുകാർ ചെക്ക് ചെയ്തു, ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല. അത് ക്യാൻസർ ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അവരെന്താണെന്ന് പറഞ്ഞു, എന്ത് ട്രീറ്റ്മെന്റ് പിന്നെ അവരോട് ഇട്ട് കൊടുത്തത്? അവർ ഈ ബിലിറൂബിൻ കുറയാനുള്ള മരുന്ന് അവർ കൊടുത്തോണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് കിഡ്നി ഫെയിലർ ആവുകയും ഓർഗൻസ് എല്ലാം ഫെയിലർ ആകുകയും ആളും അബോധാവസ്ഥയിലേക്ക്, അതായത് നമ്മൾ ICUലോട്ട് ഇവർ കയറ്റില്ല, ICUലോട്ട് ആക്കി ICUലേക്ക് നടന്നുപോയി കയറി. പിന്നീട് കാണുന്ന എല്ലാം നമ്മൾ കാണുന്ന സ്റ്റേജ് മോശം, ഓരോ ഘട്ടം മോശമായിട്ടാണ് വന്നത്.
5 ദിവസം കൊണ്ട്. അതായത് ഇവിടെ തൊട്ട് പോയി വരുമ്പോ തൊട്ടേ ആള് ക്ഷീണമായി വന്നു. മെഡിസിറ്റി പോയി വന്നപ്പോഴേ തൊട്ടേ. അതുപോലെ തന്നെ അവിടെ ഒരു സൗകര്യമുള്ള ഒരു ആശുപത്രി ചെന്നിട്ടും അവർക്കും പേഷ്യന്റിനെ സേവ് ചെയ്യാൻ പറ്റിയില്ലോ. റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ അവർക്കും സാധിച്ചിട്ടില്ല. പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ വേഴ്സ്റ്റ് ആയി, പേഷ്യന്റ് ഡെത്തായി. അവൻ ആളെ എഡിറ്റ് നടന്നാല് അവൻ തിരിച്ചു പറഞ്ഞു, ഞാൻ ഏറ്റു പോകുവാണെങ്കിൽ ഞാൻ മെഡിസിറ്റിക്കെതിരെ കേസ് നടത്തും, ഞാൻ തന്നെ നടത്തും, ഞാൻ ഒരുത്തനെ വിളിച്ചു ചെല്ലുന്ന ഇവൻ പറഞ്ഞോണ്ട്. പക്ഷെ മെഡിസിറ്റിക്കാർക്ക് ആള് ജീവിച്ചിരിപ്പുണ്ടോന്നോ മരിച്ചോന്നോ അറിയില്ല. നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഇദ്ദേഹം എന്നായിരുന്നു മരിച്ചതെന്നാ? 2024 മാർച്ച് 25. അതായത് മെഡിസിറ്റി ഞങ്ങൾ പോകുന്നത് 2024 മാർച്ച് 12 ആദ്യം മെഡിസിറ്റി പോകുന്നത്. കാരിത്താസിൽ പോകുന്നത് മാർച്ച് 18. ആ 19 അവൻ കാരിത്താസിൽ ഇരുന്ന് ഞങ്ങളോട് പറയുന്നു, അവനോട് അവന്റെ ഭാര്യയോട് എന്നോടും പറഞ്ഞു, ഞാന് ചെന്ന് കഴിഞ്ഞ് മാർക്കറ്റ് ഞാൻ പണി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അവന് പിന്നെ തിരിച്ചേറ്റ് വരാനുള്ള ഒരു ഇത് ഉണ്ടായില്ല. നല്ല സമരിയാക്കാരനെ കൊന്നുകളഞ്ഞ് അവന്റെ ലേപനങ്ങൾ എടുത്ത് അയ്യത്ത് കളഞ്ഞ് കോർപ്പറേറ്റ് ആശുപത്രികൾ നടത്തുന്ന നമ്മുടെ മെത്രായോളി പിതാക്കന്മാർക്ക് വേണ്ടി കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.